100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ ഡേയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഹെന്ന പൗഡറോ അതുപോലെ തന്നെ നീലാംബരിയുടെ പൊടിയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ വീട്ടിലെല്ലാമുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കിയെടുക്കുന്നത്. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നരച്ച മുടിയിലും താടിയിലും മീശയിലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. ഈ ഒരു ഹെയർ ഡൈ നമ്മൾ നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, മുടി നല്ല ഉള്ളോടുകൂടി വളരാനും അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ്, മുടി കൊഴിച്ചിൽ, താരൻ ഒക്കെ മാറിക്കിട്ടാനായിട്ട് ഈ ഒരൊറ്റ ഹെയർ ഡൈ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു സോസ് പാനിലേക്ക് ഏകദേശം ഒരു 1.25 ഗ്ലാസ്സോളം വെള്ളം എടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പം ഞാൻ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ തിളപ്പിച്ച് ഏകദേശം ഒരു 1/4 ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കുന്നത്. മുടിയൊക്കെ നരച്ച് തുടങ്ങാത്ത ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഇതുപോലെ കാപ്പിപ്പൊടിയും അതുപോലെ തേയിലപ്പൊടിയും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം മുടി കഴുകിയെടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. മുടി നല്ല സിൽക്കി ആയിട്ട് കിട്ടാനും അതുപോലെ തന്നെ നല്ല കറുത്ത് ഉള്ളോടുകൂടി വളരാനുമൊക്കെ ഈ ഒരു വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് മുടി കഴുകാനായിട്ടും ഉപയോഗിക്കാം, അതുപോലെ തന്നെ സിറമായിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഡൈ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അതിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരമുറി ബീട്രൂട്ടാണ്. നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കി എടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ തോലൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കണം. ഇനി നമ്മുടെ ഡൈയിലേക്ക് ആവശ്യമായിട്ടുള്ളത് കറ്റാർ വാഴയും അതുപോലെ തന്നെ കുറച്ച് പനിക്കൂർക്കയുടെ ഇലയുമാണ്. പനിക്കൂർക്കയുടെ ഇല ഉപയോഗിച്ച് നമ്മൾ ഡൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കറുത്ത് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഈ ഡൈ ഒക്കെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഇരിക്കുമ്പം നീർക്കെട്ടൊക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർക്ക് ഇതുപോലെ 2-3 പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ കറ്റാർ വാഴയും ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന നമ്മുടെ കട്ടൻ ചായയില്ലേ, അതൊഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അധികമുള്ള കട്ടൻ ചായ നമുക്ക് ഡൈ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി കഴുകാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഡൈ ഇപ്പം നല്ലതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. ഈ നെല്ലിക്കാപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ മുടി കറുപ്പിച്ചെടുക്കുന്നത്. ഹെന്ന പൗഡറും അതുപോലെ തന്നെ നീലാംബരിയൊക്കെ ഉപയോഗിക്കുമ്പം അലർജി പ്രോബ്ലം ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് 100% റിസൾട്ട് കിട്ടുന്നൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നെല്ലിക്കാപ്പൊടി നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം നമ്മൾ വളരെ ലോയിലിട്ടിട്ടാണ് ചൂടാക്കിയെടുക്കുന്നത്. നമ്മുടെ നെല്ലിക്കാപ്പൊടിയുടെ ആ ഒരു കളറൊക്കെ മാറി ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നെല്ലിക്കാപ്പൊടി ചൂടാക്കുമ്പം കരിഞ്ഞു പോകരുത്. ലൈറ്റായിട്ട് നമ്മുടെ കോഫിയുടെ ഒക്കെ ഒരു കളർ ഉണ്ടല്ലോ, ഒരു ബ്രൗൺ ഷെയ്ഡ്, ആ ഒരു രീതിയിൽ വരുമ്പം വേണം നമ്മൾ ഫ്ലെയിം ഓഫാക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് നമ്മൾ ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ വീണ്ടും ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ഒരു മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഹെയർ ഡൈയുടെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ ഹെയർ ഡൈ നല്ല വെള്ളമായിട്ടല്ലേ ഇരിക്കുന്നത്. ഇനി നമ്മളിത് ചൂടാക്കി കഴിയുമ്പം നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ലപോലെ ചൂടായിട്ട് പെട്ടെന്ന് നമ്മുടെ മുടിയിൽ പിടിക്കത്തക്ക രീതിയിൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. ഇതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. സാധാരണ നമ്മൾ ഹെയർ ഡൈ ഒക്കെ സെറ്റാക്കി ഒരു നൈറ്റ് വെച്ച് അതിന് ശേഷമാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഹെയർ ഡൈ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചൂട് തവിഞ്ഞതിന് ശേഷം മുടിയിലേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാണ് നമ്മുടെ ഡൈ കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലെ ഷാമ്പു വാഷ് ചെയ്തിട്ടുള്ള മുടിയിൽ വേണം ഈ ഒരു ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് തേച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മുടി കഴുകാവൂ. മുടി കഴുകാനായിട്ട് ഒരിക്കലും നമ്മൾ ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. നമ്മൾ നേരത്തെ തിളപ്പിച്ച കട്ടൻ ചായ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് വേണം മുടി കഴുകിയെടുക്കാനായിട്ട്.
ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആയതുകൊണ്ട് തന്നെ ഒറ്റ യൂസിലൊന്നും നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമാണ് വിസിബിൾ ആയിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നരച്ച മുടിയിലേക്ക് നമ്മൾ ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഈ ഒരു ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒട്ടും തന്നെ സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ ഇത്. ഒന്ന് തണുത്ത് കിട്ടാനായിട്ട് ഞാനിവിടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ തണുത്തിട്ടാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ ഡൈയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പം വീണ്ടും നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.